Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചർ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇനി നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സും ഏത് ക്ലാസിഫിക്കേഷനിലാണ് പെടുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടാതെ കേരള PSCയിലെ പല പരീക്ഷകൾക്കും നമ്മൾ ഈ കാണുന്ന ക്ലാസിഫിക്കേഷൻ ഡയഗ്രത്തിൽ നിന്ന് ഉൾപ്പെടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം. ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, മറ്റൊന്ന് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എലമെന്റ്സ് സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ഓരോ എലമെന്റും ഒന്നിങ്ങനെ അതിന്റെ അടുത്ത എലമെന്റിനോടോ അതുപോലെ തന്നെ മുന്നത്തെ എലമെന്റിനോടും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഈ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയാം. ഒന്ന് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ, മറ്റൊന്ന് ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും, കമ്പൽ ടൈമിൽ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് എക്സാമ്പിൾ ഈസ് അറേ. ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈനാമിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. റൺ ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. സോ അതിൽ പെടുന്നതാണ് ക്യൂ, സ്റ്റാക്ക്, ലിങ്ക്ഡ് ലിസ്റ്റ്, അതൊക്കെ. ഇനി നമ്മൾ പറഞ്ഞ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആയിരുന്നു. അതായത് ഇതിനകത്ത് എലമെന്റ്സിന് എന്താ പറയുക, ഒരു ഹൈറാർക്കിക്കൽ അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു എലമെന്റിന് മറ്റൊരു എലമെന്റുമായിട്ട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് കാണാം. ലൈക്ക് ട്രീ ഒരു എക്സാമ്പിൾ ആണ്, അതുപോലെ ഗ്രാഫ് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇതിലെ ഓരോ ഡേറ്റ സ്ട്രക്ചേഴ്സും ആണ് നമ്മൾ ഇനി ഓരോ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. അറേസിനകത്ത് നമ്മൾ എങ്ങനെയാ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്? അതായത് കോണ്ടിഗ്യസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും നമ്മൾ അറേ ഡേറ്റ ടൈപ്പിനകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു ടൈപ്പ് വാല്യൂ ആയിക്കോട്ടെ, അത് കോണ്ടിഗ്യസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെയല്ല. ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ പലതരത്തിലുള്ളതുണ്ട്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് അപ്പോൾ ഓരോ ടൈപ്പും എന്താണെന്നുള്ളത് നോക്കി പോവാം. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നമുക്ക് ബേസിക്കലി ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഒരു നോഡ് ആയിരിക്കും. ആ നോഡ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ നോഡിന് ഒരു ഡേറ്റ പാർട്ടും അതുപോലെ തന്നെ ഒരു പോയിന്റർ പാർട്ടും കാണും. അങ്ങനെ മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ടായിരിക്കും. ആ പോയിന്റർ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ നെക്സ്റ്റ് എലമെന്റിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതിന്റെ അഡ്രസ് ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ഓരോ എലമെന്റിനെയും ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നമ്മൾ നോഡ് എന്നാണ് പറയാ. ഈ പോയിന്റർ പാർട്ട് നെക്സ്റ്റ് നോഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെ മാത്രമേ പോയിന്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. നോക്കൂ, ഇപ്പോൾ ഫസ്റ്റ് നോഡ് അതിനകത്ത് ഡേറ്റ പാർട്ട് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഡേറ്റ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പോയിന്റർ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കണം എന്നില്ല, വേറെ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻ ആവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നോഡ് 1 സ്റ്റോർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് second node is stored at 2000 and third node is stored at 1005. It depends. നമുക്കറിയില്ല, റാൻഡം ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഓരോ നോഡും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു നോഡിന് ശേഷം ഏത് നോഡ് വേണം എന്നുള്ളത് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈച്ച് നോഡ് ഹാസ് എ ഡേറ്റ പാർട്ട് ആസ് വെൽ ആസ് പോയിന്റർ പാർട്ട്. This pointer part in case of singly linked list will be pointing to the next node. Okay. അത് കഴിഞ്ഞ് ബിക്ക് അകത്തുള്ള പോയിന്റർ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ നെക്സ്റ്റ് നോഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് സിക്ക് അകത്തുള്ളത് അതിന്റെ നെക്സ്റ്റ് ആൻഡ് സോ ഓൺ. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് നോഡിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റർ പാർട്ട് നൾ പോയിന്ററിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നെക്സ്റ്റ് വേറെ എലമെന്റ് ഇല്ല എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നോഡ് ഉണ്ടല്ലോ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത്, അതിന് ഹെഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക,
ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹെഡ്, അതായത് സ്റ്റാർട്ടിംഗ് നോഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് നോഡ് എന്നുള്ളതാണ് ഹെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഡേറ്റ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എ ആണ് എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ഇൻസെർഷൻ പോസിബിൾ ആണ്, ഒരു എലമെന്റ് സെർച്ച് ചെയ്യണമെങ്കിൽ അത് പോസിബിൾ ആണ്. ലിങ്ക് ലിസ്റ്റിന്റെ ലെങ്ത് കാണാൻ പറയുകയാണെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ലിങ്ക് ലിസ്റ്റ് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം, ഡിലീഷൻ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഇതിനകത്ത് പോസിബിൾ ആണ്. സോ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനകത്ത് അതിന്റെ ബിഗിനിങ്ങിൽ എങ്ങനെ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സി, നമുക്ക് ഇ എന്ന് പറയുന്ന ഒരു നോഡാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ എന്ന നോഡ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? അറ്റ് ദി ബിഗിനിങ്. ഓക്കെ, അപ്പൊ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്റെ ഹെഡ് നോഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് നോഡ് എന്ന് പറയുന്നത് എ ആയിരുന്നു. എ ബിയിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ബി സിയിലോട്ട്, സി ഡിയിലോട്ട്, ഡി നള്ളിലോട്ട്. കാരണം ഡി കഴിഞ്ഞ് വേറെ എലമെന്റ്സ് ഇല്ല, സോ നള്ളിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് ഇ എന്ന് പറയുന്ന എലമെന്റ് എന്ത് ചെയ്യണം? എന്റെ ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ പക്കൽ ഒരു നോഡ് ഉണ്ട്. ആ നോഡ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം കോഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഞാനിത് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. അതായത് എന്റെ നോഡിന്റെ ഡേറ്റ പാർട്ട് എന്ന് പറയുന്നത് ഇയും അതുപോലെ തന്നെ അതിനൊരു പോയിന്റർ പാർട്ട് വേണം. ഇനി ഞാൻ പറയണത് ഈ പോയിന്റർ പാർട്ട് എന്ന് പറയുന്നത് ഏതിലോട്ടായിരിക്കണം പോയിന്റ് ചെയ്യുന്നത്? ഞാൻ ഈ ഇൻസേർട്ട് കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ആയി മാറും. എ എന്നുള്ളത് ഹെഡ് ആയിരുന്നെങ്കിൽ ആ ഹെഡ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇ ആയിരിക്കണം എന്റെ ഹെഡ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം സിസ്റ്റത്തിനകത്ത്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എ എന്നുള്ളത് ഹെഡ് നോഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് നോഡ് ആയിരുന്നു എന്നുള്ളത് മാറ്റിയിട്ട് ആ ഹെഡ് എന്ന് പറയുന്ന പോയിന്റർ എങ്ങോട്ടായിരിക്കും ഇനി പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇയിലോട്ടായിരിക്കും. ഇ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ ഹോൾഡ് ചെയ്യുന്ന നോഡിലോട്ട് പോയിന്റ് ചെയ്യുക. ഇ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എ എന്ന് പറയുന്ന നോഡിലോട്ടായിരിക്കണം പോയിന്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞു കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ബിഗിനിങ്ങിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം. ഇനി നോക്കൂ, ഇനിയിപ്പോ എനിക്ക് എൻഡിലായിരുന്നു ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് എന്റെ സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറയുന്നത് എ ആണ്, ദെൻ അത് നെക്സ്റ്റ് എലമെന്റ് ബി ആണ്, ദെൻ സി, ദെൻ ഡി. ദെൻ എന്തായിരുന്നു? എനിക്ക് ഡി ആയിരുന്നു ആക്ച്വലി ഓലിയ എന്റെ ലാസ്റ്റ് എലമെന്റ്. സോ ഡി ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്റെ നള്ളായിരുന്നു. പക്ഷെ എനിക്ക് എന്ത് വേണം? അറ്റ് ദ എൻഡ് ഓഫ് മൈ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ഐ നീഡ് ടു ഇൻസേർട്ട് എ നോഡ് ഓർ ഇൻസേർട്ട് ആൻ എലമെന്റ് വിച്ച് ഇസ് ഇ. അങ്ങനെയായിരുന്നെങ്കിൽ ഡി ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇ ആണ് എന്ന് ഞാൻ കോഡിനകത്ത് മാറ്റി എഴുതണം. ദെൻ ഇ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇയുടെ അടുത്ത നോഡ് എന്ന് പറയുന്നത് നള്ളായിരിക്കും എന്നും സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് എ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ഇൻസേർട്ട് ആൻ എലമെന്റ്. ഇനി നമ്മൾ സ്റ്റാർട്ടിലും എൻഡിലും ഇൻസേർട്ട് ചെയ്തു. ഇഫ് നമുക്ക് ഇൻസേർഷൻ വേണ്ടിയിരുന്നത് ഒരു സ്പെസിഫിക് പൊസിഷനിലാണെങ്കിലും, അതായത് ഇടയ്ക്ക് ഒരിടത്ത് വെച്ചായിരുന്നെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതും സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനകത്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ നേരത്തെ എൻ്റെ എ എന്ന് പറയുന്നത് സ്റ്റാർട്ട് നോഡാണ്, ബി ഉണ്ട്, സി ഉണ്ട്, അത് കഴിഞ്ഞ് ഡി ഉണ്ട്. പക്ഷെ എനിക്ക് വേണ്ടത് ഇ എന്ന് പറയുന്ന നോഡ് ബിക്കും സിക്കും ഇടയിലായിട്ട് ഇൻസേർട്ട് ചെയ്യണം. ബി ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഏതായിരുന്നു? ഈ സി എന്ന് പറയുന്ന നോഡായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യാണ്? ഇൻസ്റ്റെഡ് ഓഫ് ബി ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സി, ഐ ഗീവ് ബി ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഇ ആൻഡ് ദെൻ ഇ ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ഞാൻ കൊടുക്കുന്നത്? സി എന്നുള്ള എലമെന്റ് ആണ് എന്നും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. ലോജിക്ക് മനസ്സിലാക്കുക കേട്ടോ, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് സ്യൂഡോ കോഡോ അല്ലെങ്കിൽ ഇപ്പൊ സി പ്രോഗ്രാം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഡ്, ജാവ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോഡ് നമുക്ക് ഉപയോഗിച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലോജിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻസേർഷന്റെ കാര്യം പറഞ്ഞു, ഡിലീഷന്റെ കാര്യം പറഞ്ഞില്ല അല്ലെ? ഇനിയിപ്പോ ഡിലീറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ, ഡിലീഷൻ എന്ന് പറയുമ്പോൾ എലമെന്റ് റിമൂവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏത് എലമെന്റ് ആണ് റിമൂവ് ചെയ്യേണ്ടത്? ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ്, അതായത് ഫസ്റ്റ് നോഡ് തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. എന്റെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതായത് 3 എന്ന് പറയുന്ന ഡേറ്റ പാർട്ടുള്ള ഒരു നോഡ്, ദെൻ 12, ദെൻ 15, ദെൻ 18, അങ്ങനെ 4 നോഡ്സ് ഉണ്ടായിരുന്നു. എനിക്ക് 3 ഡിലീറ്റ് ചെയ്യണം. ഏർലിയർ എന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് പോയിന്റ് ചെയ്യുന്നത് 3യിലോട്ടായിരുന്നു. 3 ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എന്റെ ഹെഡ് എന്ന് പറയുന്നത് എന്തായി മാറും?
12, അതായത് സെക്കൻഡ് എലമെന്റ് ഹെഡ് ഡോട്ട് ഹെഡ് ഇസ് ഈക്വൽ ടു ഹെഡ് ഡോട്ട് നെക്സ്റ്റ്, കറണ്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ആണ് 12 എന്ന് പറയുന്നത്. സോ ഹെഡ് ഇസ് ഈക്വൽ ടു ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയ നോഡ് കിട്ടും. എൻ്റെ പുതിയ സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറയുന്നത് 12 ആയി മാറും. ഈ നോഡ് ബാക്കിയെല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ ഡിലീറ്റ് ചെയ്ത നോഡ് എനിക്ക് എന്ത് ചെയ്യാം, ഫ്രീ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നള്ളായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ലാസ്റ്റ് നോഡ് അല്ലെങ്കിൽ എൻഡിലുള്ള നോഡ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സേ എൻ്റെ പക്കലുള്ള ലിങ്ക് ലിസ്റ്റ് 3 എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്. ഹെഡ്, എൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഏതാണ്? ഈ 3 ആണ് കേട്ടോ. അതായത് സ്റ്റാർട്ടിംഗ് നോഡ് 3 ആണ്. എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എൻ്റെ ലാസ്റ്റ് എൻഡിലുള്ള നോഡാണ്. എൻഡിലുള്ള നോഡ് ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഞാൻ ഹെഡ് എന്നാണ് ട്രാവേഴ്സ് ചെയ്ത് തുടങ്ങുക ലിങ്ക് ലിസ്റ്റിൽ ട്രാവേഴ്സ് ചെയ്ത് എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു എലമെന്റ് നോഡ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഒരു എലമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം ഇതല്ല ലാസ്റ്റ് നോഡ്. ദെൻ നെക്സ്റ്റ് എലമെന്റിൽ എത്തിയിട്ട് ഞാൻ അഗെയിൻ ചെക്ക് ചെയ്യും ഈ എലമെന്റ് ഈ ഒരു നോഡ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നൾ അല്ല എങ്കിൽ എനിക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് ഒരു എലമെന്റ് പ്രസന്റ് ആണ് അല്ലെ. ഇനി ഈ ഒരു നോഡ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് നോഡ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നൾ എന്നല്ലേ നമ്മൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനകത്ത് എപ്പോഴും കൊടുത്തിരുന്നത്. അതായത് ഒരു നോഡ് നെക്സ്റ്റ് നൾ പോയിന്റർ ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ആ നോഡാണ് ആ ലിങ്ക്ഡ് ലിസ്റ്റിനകത്തെ, ആ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനകത്തെ എൻഡിലുള്ള നോഡ് അല്ലെങ്കിൽ ലാസ്റ്റ് നോഡ് എന്ന്. എനിക്ക് ആ ലാസ്റ്റ് നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ പ്രീവിയസ് നോഡിലോട്ട് ജസ്റ്റ് ഒരു തവണ പോയിട്ട് അത് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നള്ളാക്കി വെക്കുക. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുക വെച്ചാലേ, സെക്കൻഡ് ലാസ്റ്റ് വരുന്ന നോഡ് നമ്മൾ എല്ലായ്പ്പോഴും ഒരു പോയിന്ററിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നോഡ് എന്ത് ചെയ്യും, ഇത് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നള്ളായിട്ട് സെറ്റ് ചെയ്യും. ഈ നോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ന്യൂ ഹെഡ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ ഏതാണോ അത്, പക്ഷെ ലാസ്റ്റ് നോഡ് ഡോട്ട് നെക്സ്റ്റ് നൾ എന്ന് പറയുന്നതിൽ ഒരു ചെറിയ ചേഞ്ച് വരും. ഓക്കെ, ഇനി സ്പെസിഫിക് പൊസിഷനിലുള്ള എലമെന്റ് ആയിരുന്നു എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കാം. സേ എൻ്റെ ലിങ്ക് ലിസ്റ്റിനകത്ത് 3 ഉണ്ടായിരുന്നു, 6 ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു, 15 ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് നോഡ് 3 ആണ്, എൻഡിങ് നോഡ് 15 ആണ്. എനിക്ക് ഇടയിൽ വെച്ചിട്ട് 6 ആണ് റിമൂവ് ചെയ്യേണ്ടത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു നോഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് എത്തും. ഈ നോഡ് ഞാൻ ടെമ്പററിലി ഒരു വേരിയബിളിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ പ്രീവിയസ് നോഡ് ഞാൻ ടെമ്പററിലി ഒരു വേരിയബിളിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നോഡ് എന്ത് ചെയ്യും, ഞാൻ നള്ളായിട്ട് സെറ്റ് ചെയ്യും. ദെൻ ഈ ഒരു നോഡ് ഉണ്ടല്ലോ, പ്രീവിയസ് നോഡ്, ഇത് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാക്കി മാറ്റും, ഇപ്പൊ ഞാൻ നള്ളാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്രീ ചെയ്യാൻ പോകുന്ന ഈ നോഡിന്റെ നെക്സ്റ്റ് ആയിട്ട് ഏതാണോ ഇരിക്കുന്നത് അതായിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ഡിലീറ്റിംഗ് an element in the singly linked list from a specific position. Okay, next വരുന്നതാണ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡബ്ലി ലിങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണെങ്കിൽ, എൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ് ഉണ്ടായിരിക്കും. എനിക്ക് ഓരോ നോഡിനും ഓരോ മെമ്മറി ലൊക്കേഷനിലും 3 തരത്തിലുള്ള ഡേറ്റയാണ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രീവിയസ് നോഡ് ഏതാണോ അതിലോട്ടുള്ള ഒരു പോയിന്റർ കാണും, എൻ്റെ ഡേറ്റ പാർട്ട് കാണും, ദെൻ നെക്സ്റ്റ് ഏതാണോ നോഡ് അതിലോട്ട് പോയിന്റ് ചെയ്യുന്നതിനുള്ള ഒരു പോയിന്റർ കാണും. ഇത്രയും കൂടിയതായിരിക്കും ഡബ്ലി ലിങ്ക് ലിസ്റ്റിനകത്തുള്ള ഒരു നോഡ് എന്ന് പറയുന്നത്. സോ എൻ്റെ ഹെഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഏതാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡിന്റെ പ്രീവിയസ് നോഡ് എന്ന് പറയുന്നത് നള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്യണം. ഹെഡ് ഡോട്ട് പ്രീവിയസ് ഇസ് ഈക്വൽ ടു നള്ളായിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെറ്റ് ചെയ്യണം. ദെൻ ഈ ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എലമെന്റ് വരും. അതിന്റെ പ്രീവിയസ് നോഡ് എന്ന് പറയുന്നത് ഹെഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ പോയി ഏറ്റവും അവസാനത്തെ നോഡ്, ഇവിടെ നമ്മൾ 3 നോഡ്സേ കാണിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഈസിയാണ്. സോ ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡബ്ലി ലിങ്ക് ലിസ്റ്റിന്റെ കോൺസെപ്റ്റ്. ഈ ഡബ്ലി ലിങ്ക് ലിസ്റ്റിനകത്ത് നമ്മൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനകത്ത് ചെയ്ത അതേ ഓപ്പറേഷൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ പെർഫോം ചെയ്യാവുന്നതേ ഉള്ളൂ.
പക്ഷെ ഇതിൽ ഡിലീഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സിൻസ് എന്താണ്, നമുക്ക് നെക്സ്റ്റിലോട്ടും പ്രീവിയസിലോട്ടും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈസിലി ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേതിനകത്ത് നമ്മൾ ഓരോ ടൈം എന്ത് ചെയ്യണം, ട്രാവേഴ്സ് ചെയ്ത് തന്നെ, സീക്വൻഷ്യലി ട്രാവേഴ്സ് ചെയ്ത് തന്നെ എത്തണം അല്ലേ. അനദർ ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ആണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തും ഓരോ നോഡും എന്ന് പറഞ്ഞ ഒരു ഡേറ്റ പാർട്ടും പോയിന്റർ പാർട്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എലമെന്റിനെ കാണിക്കുന്ന പോയിന്റ്. ഇതൊരു സിംഗ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ് കേട്ടോ. അതായത് ഇതിനകത്ത് ഒരു പോയിന്റർ പാർട്ട് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് എലമെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡബ്ലി ആയിരുന്നെങ്കിൽ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഡബ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു നോഡിനകത്ത് 2 പോയിന്റേഴ്സ് വരും. ഒന്ന് പ്രീവിയസ് നോഡിലോട്ട് പോയിന്റ് ചെയ്യാൻ, നെക്സ്റ്റ് നോഡിലോട്ട് പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ സിംഗ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ഒരു വ്യത്യാസമേ ഉള്ളൂ നേരത്തെ നമ്മൾ കണ്ട സിംഗ്ലി ലിങ്ക് ലിസ്റ്റിൽ നിന്നും. അതായത് ലാസ്റ്റ് നോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിനകത്ത് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല, കാരണം ഇത് സർക്കുലർ ആണ്. ഇതിനകത്ത് എൻഡില് നള്ള് കാണൂല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്ത് ചെയ്യും, ലാസ്റ്റ് നോഡ് ഏതാണോ അത് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചാല് ഫസ്റ്റ് നോഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സർക്കിൾ കണക്കെയായിരിക്കും ഇത് വരുന്നത്. ലാസ്റ്റ് നോഡ് there is no null at the end. അതാണ് സിംഗ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ വരുന്നത്. സിമിലർലി ഡബ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റിനകത്ത് എങ്ങനെയാണ്, ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് നോക്കിക്കേ, ലാസ്റ്റ് നോഡ് 2 പോയിന്റർ പാർട്സ് അല്ലേ വരുന്നത് ഡബ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ. ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഇറ്റ് പോയിന്റ്സ് ടു എന്ത് പറയാൻ സാധിക്കും, ഫസ്റ്റ് നോഡ് ബൈ ദ നെക്സ്റ്റ് പോയിന്റർ അല്ലെ. ഫസ്റ്റ് നോഡിലോട്ടാണ് നെക്സ്റ്റ് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ഓൾസോ ഫസ്റ്റ് നോഡ്, ഈ ഫസ്റ്റ് നോഡിന്റെ പ്രീവിയസ് പോയിന്റർ പോയിന്റ്സ് ടു എന്താണ്, ലാസ്റ്റ് നോഡ് അല്ലേ. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നേരത്തെ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്താണ്, പ്രീവിയസ് നോഡ് എന്ന് പറയുന്നത് സിംപ്ലി നള്ളിലോട്ടും നെക്സ്റ്റ് പോയിന്റർ ഓഫ് ദ ലാസ്റ്റ് നോഡ് വാസ് പോയിന്റിംഗ് ടു നൾ. ഇത് രണ്ടും നള്ളിലോട്ടായിരുന്നു പോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് പറയാം ലാസ്റ്റ് നോഡ് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് നോഡ് by the next pointer and also the first node points to the last node by the previous pointer. Okay, നമ്മൾ ഇമേജ് വ്യൂവറിനകത്തൊക്കെ ശരിക്കും സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇമേജസ് കണ്ടുപോയി പിന്നെ എന്താണ്, ലാസ്റ്റ് ഇമേജ് കഴിഞ്ഞ ഫസ്റ്റ് ഇമേജിലോട്ടായിരിക്കും നമ്മൾ സിസ്റ്റത്തിനകത്ത് എടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ടായിരിക്കുക. സോ ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ ഓഫ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, മ്യൂസിക് പ്ലെയർ അതങ്ങനെ ഒരു പിന്നെ സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻസേർഷൻ ഇൻ ആൻ എംപ്റ്റി ലിസ്റ്റ് ഇൻ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ ഇനീഷ്യലി അത് നള്ളായിരിക്കും നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ അതിനൊരു ഡേറ്റ പാർട്ട് കാണും, പോയിന്റർ പാർട്ട് കാണും. ആ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ അത് അതിലോട്ട് തന്നെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് നോഡും ലാസ്റ്റ് നോഡും ആ ഒരു ഇൻസേർട്ട് ചെയ്ത നോഡായിരിക്കും. ഏത് എംപ്റ്റി ലിസ്റ്റിലോട്ടാണ് നമ്മൾ ഇൻസേർഷൻ ചെയ്യുന്നതെങ്കിൽ കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ന്യൂ നോഡ്, ഇപ്പൊ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ന്യൂ നോഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, പുതിയൊരു നോഡായിരിക്കും. അപ്പൊ അതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ ഏതാ വെച്ചാൽ അത് എനിക്ക് കൊടുക്കാം. അതിലോട്ടായിരിക്കും ഈ നെക്സ്റ്റ് പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ഈ നെക്സ്റ്റ് പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇതിലോട്ടായിരിക്കും, ഈ ഫസ്റ്റ് നോട്ടിലോട്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ദിസ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് വർക്ക്സ്. ദോ ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സേ എനിക്ക് 2, 3, 4 ഇങ്ങനെ 3 നോട്ട്സ് ഓൾറെഡി എൻ്റെ ലിസ്റ്റിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടത് 5 എന്ന് പറയുന്ന ഡേറ്റ പാർട്ടുള്ള ഒരു പുതിയ നോഡ് എനിക്ക് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം ഈ സർക്കുലർ ലിങ്ക് ലിസ്റ്റിലോട്ട്. കണ്ടോ, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആയിരുന്നു. ഏർലിയർ ലാസ്റ്റ് നോഡ് വാസ് പോയിന്റിംഗ് ടു ദ ഫസ്റ്റ് നോഡ്. കണ്ടോ, അതിപ്പോ ക്രോസ് ചെയ്തിരിക്കുന്ന. ഇനി ഈ ഒരു എലമെന്റ്, അതായത് ഫസ്റ്റ്
ബിഗിനിങ്ങിൽ ഞാൻ ഈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പോയിന്റ് ചെയ്യേണ്ടത് ആ ഇൻസേർട്ട് ചെയ്യുന്ന നോഡിലോട്ടും അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് കറന്റ്ലി ഏതാണോ ഫസ്റ്റ് നോഡ് അതിലോട്ടും ആയിരിക്കണം. ഓക്കെ, അതാണ് ബേസിക് ലോജിക് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇൻസേർഷൻ അറ്റ് ദി എൻഡ് ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് 3 നോഡ്സ് ഉണ്ട്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. സോ ലാസ്റ്റ് നോഡ് വാസ് ഏർലിയർ പോയിന്റിംഗ് ടു ദ ഫസ്റ്റ് നോഡ്. ഇനി ഒരു പുതിയ നോഡ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇപ്പൊ ഏതാണോ ലാസ്റ്റ് നോഡ് അത് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ നോഡ് ആയിരിക്കണം. ആ ന്യൂ നോഡ് ഡോട്ട് നെക്സ്റ്റ് ആയിരിക്കണം എന്ത്, ഫസ്റ്റ് നോഡ്. ഓക്കെ, ഇനി ഇൻസേർഷൻ അറ്റ് സ്പെസിഫിക് പൊസിഷൻ ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഏർലിയർ എങ്ങനെയായിരുന്നു, നമുക്കൊരു സീക്വൻഷ്യൽ ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 3 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എലമെന്റ്സിന്റെ ഇടയിൽ ഞാനൊരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ നോഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലെ, അത് മാറ്റിയിട്ട് ആ നോഡ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ നോഡും ന്യൂ നോഡ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, നേരത്തെ ഏതാണോ ഇതിന്റെ നെക്സ്റ്റ് ആയിരുന്നത് ആ നോഡും ആക്കിയിട്ട് മാറ്റണം. ഇൻസേർഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് ഡിലീഷൻ ഫോക്കസ് ചെയ്യാം. എവിടുന്നാണ് ഫസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്, ഫ്രം ദ ബിഗിനിങ് ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. കറന്റ്ലി ഉള്ള സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബിഗിനിങ് എന്നുള്ള എലമെന്റ് നോഡ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡിലേക്ക് അല്ലേ പോയിന്റ് ചെയ്യണ്ടായിരുന്നേ നേരത്തെ, അപ്പൊ എനിക്ക് ആ നോഡല്ല ഇപ്പൊ ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ബി പോയിന്റിംഗ് ടു ദ ഫസ്റ്റ് നോഡ് ഡോട്ട് നെക്സ്റ്റ് ഏതാണോ വരുന്നത് ആ നോഡിലോട്ടായിരിക്കും നെക്സ്റ്റ് പോയിന്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ഡോട്ട് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ, നള്ളാക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, സിംഗ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ സിംഗ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിലെ തന്നെ ഒരു സ്പെസിഫിക് നോഡായിരുന്നു എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിലും, അതായത് 3 എലമെന്റ്സ് ഉണ്ട്, ഇടയ്ക്കുള്ള ഒരു എലമെന്റ് ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത് എങ്കിൽ ഏത് ഈ എലമെന്റ് ഡോട്ട് നെക്സ്റ്റ് ആയിരുന്നു എനിക്ക് ഈ ഒരു നോഡ് എന്ന് പറയുന്നത്. അത് ആ എലമെന്റ് ഡോട്ട് നെക്സ്റ്റ് ആയിരുന്നു എനിക്ക് നെക്സ്റ്റ് നോഡ് എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ പ്രീവിയസ് വരുന്നത് ഏതാണോ അത് ഡോട്ട് നെക്സ്റ്റ് ആയിരിക്കണം എന്ത്, ഈ കറന്റ്ലി ഇത് ഡോട്ട് നെക്സ്റ്റ് ഏതാണോ അത്. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോഡ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും, ഫ്രീ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എൻഡിലായിരുന്നു നമുക്ക് ഡിലീഷൻ വേണ്ടിയിരുന്നതെങ്കിലോ, വെരി ഈസി. ഈ എൻഡിന്റെ പ്രീവിയസ് നോഡ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം ഒരു ടെമ്പററി വേരിയബിളിനകത്ത്. എന്നിട്ട് അത് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡ് അല്ലായിരുന്നേ, അതിന് വരെ അത് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം, ഫസ്റ്റ് നോഡ് ഏതാണോ അത് എന്നുള്ളത് അസൈൻ ചെയ്യണം. ഈ നോഡ് അങ്ങോട്ട് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇത് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈസിലി നള്ളാക്കി കൊടുക്കുക. ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.